അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സുന്നി വിദ്യാഭ്യാസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പുതുതായി തയ്യാറാക്കപ്പെട്ട ഫിഖ്ഹിന്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. മസ്ഹുൽ ഖുഫൈനി, രണ്ട് ഖുഫ തടവുക. രണ്ട് ഖുഫയുടെ രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ പാഠത്തിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഖുഫ് തടവുന്നതുമായി ബന്ധപ്പെട്ട മസ്അലകൾ വിവരിക്കുന്നു. രണ്ടാമത്തത് മതവും യുക്തിയും എന്ന ആശയം വിശദീകരിക്കുന്നു. 3 ഖുഫ് ധരിക്കുന്നതും തടവുന്നതും പ്രദർശിപ്പിക്കുന്നു. നാലാമത്തത് തെറ്റായ ആചാരങ്ങൾ തിരുത്തുന്നു. 5 വിവിധ അഭ്യാസങ്ങൾ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ട് ഖുഫ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ആളുകൾ കൂടുതലായി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ഖുഫ് എന്നുള്ളത്. എന്താണ് ഖുഫ എന്ന് പറയുന്നു? കാലിൽ ധരിക്കുന്നതും നടക്കാൻ സൗകര്യമുള്ളതും ഉള്ളിലേക്ക് വെള്ളം ചേരാത്തതും കണങ്കാലിലേക്ക് കയറി നിൽക്കുന്നതുമാണ് ഖുഫ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേകമായ ഒരു സാധനമാണ്. അതിട്ട് ധരിക്കാൻ പറ്റും. അത്ര കട്ടി ഉണ്ടാവും. അതിൽ വെള്ളം ഒഴിച്ചാൽ ഉള്ളിലേക്ക് വെള്ളത്തൂല. അത് കണങ്കാല് വരെ, ഏതാണ്ട് മുട്ട് വരെ ഉണ്ടായിരിക്കണം. യാത്രക്കാരനും നാട്ടിൽ താമസിക്കുന്നവനും ഉളൂഇൽ കാല് കഴുകുന്നതിന് പകരം ഖുഫ് തടവൽ ജായിസാണ്. ഖുഫ് എന്ന് പറയുന്നത് എപ്പോഴും ഊരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഖുഫ് ധരിച്ചാക്ക്, ശുദ്ധിയോടെ ഖുഫ് ധരിച്ചവന് ഉളൂ മുറിഞ്ഞാൽ ഖുഫ ഊരേണ്ട ആവശ്യമല്ല, അതിന് മേൽ തടവിയാൽ മതി. യാത്രക്കാരൻ 3 ദിവസവും നാട്ടിൽ താമസിക്കുന്ന 1 ദിവസവും ആണ് അതിന്റെ സമയം. യാത്രക്കാരന് 3 ദിവസവും നാട്ടിൽ താമസിക്കുന്നവന് 1 ദിവസവുമാണ് തടവുന്നതിന്റെ കാലപരിധി. ഇത്രയാണ് അതിന്റെ സമയം. ഖുഫ് ധരിച്ചതിന് ശേഷം അശുദ്ധി ഉണ്ടായത് മുതലാണ് അതിന്റെ സമയം ആരംഭിക്കുക. ഉളുവോടെ ഖുഫ് ധരിച്ചു, അങ്ങനെ എപ്പോഴാണോ ഉളു മുറിയുന്നത് അപ്പം മുതലാണ് അതിന്റെ കാലം കൂട്ടുക. ഖുഫ് തടവുന്നതിന് നിബന്ധനകളുണ്ട്. 1, പൂർണ്ണ ശുദ്ധിയോട് കൂടി ധരിക്കുക. കാല് കഴുകിയിട്ട് ഉളു എടുത്തിട്ടായിരിക്കണം അത് ധരിക്കേണ്ടത്. രണ്ടാമത്തത്, കഴുകൽ ഫർളായ ഭാഗം പൂർണ്ണമായും അറിയുന്നതാവുക. ഞെരിയാൻ ഉൾപ്പെടെയാണല്ലോ കഴുകേണ്ടത്. അപ്പൊ ഞെരിയാണിന് മുകളിലേക്ക് ഉണ്ടായിരിക്കണം, ഖുഫ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തത്, ഖുഫ് നജസിൽ നിന്ന് ശുദ്ധിയുള്ളതാവുക. നജസായ വസ്തുക്കൾ ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ നജസ് അതിൽ ഉണ്ടാവാൻ പാടില്ല. നാലാമത്തത്, ഉള്ളിലേക്ക് വെള്ളം ചേരാത്തതാവുക. വെള്ളം പാർന്നാൽ എന്താവാൻ പാടില്ല? കാലിലേക്ക് നനയാൻ പാടില്ല. അതിനാൽ ഖുഫകൾക്ക് പകരമായി സോക്സ് പരിഗണിക്കപ്പെടുകയില്ല. സോക്സിൽ മുകളിൽ വെള്ളം ഒഴിച്ചാൽ കാലിലേക്ക് എത്തും. അതുകൊണ്ട് രണ്ടും ഒരുപോലെയല്ല എന്നർത്ഥം. 5ാമത്തെ നിബന്ധന, ധരിച്ചു നടക്കാൻ കഴിയുന്നതാവുക. ചെരുപ്പില്ലാതെ തന്നെ ഖുഫയുടെ മേൽ നടക്കാൻ പറ്റണം. ഇത്രയും കട്ടി ഉണ്ടായിരിക്കണം എന്നർത്ഥം. വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കുമ്പോൾ ഖുഫ് അഴിച്ച് പൂർണ്ണ ശുദ്ധി വരുത്തണം. അതിനുശേഷമേ ഖുഫ് തടവാൻ പാടുള്ളൂ. ഖുഫ ധരിച്ചാക്ക് വലിയ ശുദ്ധി ഉണ്ടായി, ജനാപത്തുണ്ടായി എന്നാൽ ഊരിയിട്ട് എന്ത് ചെയ്യണം? കുളിക്കണം. എന്നിട്ട് എന്താ പാടുള്ളൂ? തടയാൻ പറ്റുള്ളൂ എന്നർത്ഥം. സഫ്വാൻ ബിൻ അസ്സാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ യാത്രയിലായിരിക്കുമ്പോൾ ജനാപത്തുണ്ടായാലല്ലാതെ 3 പകലും 3 രാത്രിയും ഖുഫകൾ അഴിക്കേണ്ടതില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. മലമൂത്ര വിസർജനം, ഉറക്കം എന്നിവ കഴിക്കേണ്ടതില്ല. അഹ്മദ്, തിർമിദി, നസായി ഈ 3 ഹദീസ് പണ്ഡിതന്മാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹദീസിൽ മനസ്സിലാക്കുന്നത്, ജനാപത്തുണ്ടായാൽ എന്ത് ചെയ്യണം? ഖുഫ് അഴിച്ച് പൂർണ്ണശുദ്ധി വരുത്തണം. അതല്ല
മലമൂത്ര സർജനമോ ഉറക്കമോ ഉണ്ടാകുന്നു മുറിഞ്ഞാൽ അത് അഴിക്കേണ്ടതില്ല, അതിന് മേലിൽ തടവിയാൽ മതി. ഖുഫകൾ ശുദ്ധിയോടെ ധരിച്ച ശേഷം ഉളു എടുക്കുമ്പോൾ കാൽ കഴുകുന്നതിന് പകരം അതിന്മേൽ തടവിയാൽ മതി. എപ്പോഴും ഊരാൻ ബുദ്ധിമുട്ടാണെന്നത് കൊണ്ടാണ്. കൈകളിൽ വെള്ളം നനച്ച ശേഷം വലത് കൈ കൊണ്ട് വലത് ഖുഫും ഇടത് കൈ കൊണ്ട് ഇടത് ഖുഫും വിരലുകൾ തൊട്ട് കണങ്കാൽ വരെ തടവണം. വിരലുകൾ മുതല കാലിന്റെ വിരല് മുതലാണ് എന്ത് ചെയ്യേണ്ടത്? മേലോട്ടാ തടവേണ്ടത്. അതും കാലിന്റെ പുറം ഭാഗത്താ തടവേണ്ടത്. ഖുഫകളുടെ മുകളിലാണ് തടവേണ്ടത്. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്തു തന്റെ വലത് കൈ വലത് ഖുഫയുടെ മേലിലും ഇടതു കൈ ഇടത് ഖുഫയുടെ മേലും വെച്ചു. ശേഷം അവയുടെ മുകൾ ഭാഗം ഒരു പ്രാവശ്യം തടവി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കാന അദ്ദീനു ബിർറഅയി ലകാന ബാത്തിനുൽ ഖുഫി ഔലാ ലിൽ മസ്ഹി മിൻ ളാഹിരിഹി ലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ളാഹിരി ഖുഫൈഹി. യുക്തി അനുസരിച്ച് ചെയ്യാനുള്ളതായിരുന്നു മതമെങ്കിൽ ഖുഫയുടെ അടിഭാഗമായിരുന്നു മുകൾ ഭാഗത്തേക്കാൾ തടവാൻ അർഹതപ്പെട്ടത്. എന്നാൽ അല്ലാഹു തആലയുടെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇരു ഖുഫകളുടെയും മുകൾ ഭാഗം തടവുന്നതായാണ് ഞാൻ കണ്ടത്. യുക്തിക്കനുസരിച്ചല്ല മതമുള്ളത് എന്നർത്ഥം. ഖുഫയുടെ മുകളിൽ കാൽ വിരലുകളുടെ ഭാഗത്ത് നിന്ന് കണങ്കാലിലേക്ക് വലത് കൈ വിരലുകൾ കൊണ്ടും ഖുഫയുടെ മുകളിൽ കാൽ വിരലുകളുടെ ഭാഗത്ത് നിന്ന് കണങ്കാലിലേക്ക് വലതു കൈ വിരലുകൾ കൊണ്ടും ഖുഫയുടെ അടിയിൽ മടമ്പിന്റെ ഭാഗത്ത് നിന്ന് വിരലുകളിലേക്ക് ഇടത് കൈ വിരലുകൾ കൊണ്ടും വെള്ളം നനച്ച് ഒരേ സമയം തടവലാണ് അതിന്റെ പൂർണ്ണരൂപം. നമുക്ക് പ്രാർത്ഥിക്കുന്നതാണ്, اللهم انعشنا واجبرنا واهدنا لصالح الاعمال والاخلاق. അതിന്റെ മീനിങ്, അല്ലാഹുവേ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ ന്യൂനതകൾ പരിഹരിക്കണമേ, നല്ല പ്രവർത്തികളിലേക്കും നല്ല സ്വഭാവങ്ങളിലേക്കും ഞങ്ങളെ നയിക്കണമേ. ഇതാണ് അതിന്റെ മീനിങ്. നഖറുവനഫം അൻആശ എന്ന് പറഞ്ഞാൽ എന്താ? ഉന്മേഷമുണ്ടാക്കി അല്ലെങ്കിൽ ഉയർത്തി. ജബറ പരിഹരിച്ചു. ഖുറാസ് ദരീബ് നോക്കി ദരീബാത്തുകൾ ചെയ്യും. നമുക്ക് വായിക്കാം. ഒന്നാമത്തെ വർക്ക് ശരീഅത്തിനെ അടയാളപ്പെടുത്തുക. ചോദ്യം 1, യാത്രക്കാരന് ഖുഫ തടവൽ അനുവദനീയമാണ്? 1 ദിവസം, 2 ദിവസം, 3 ദിവസം? ഉത്തരം 3 ദിവസം. ചോദ്യം 2, ഖുഫ തടവുന്നതിന് നിബന്ധനയാണ് ഖുഫ വിരലുകൾ മറയുന്നതാവുക, ഖുഫ കാൽപാദം മറയുന്നതാവുക, ഖുഫ് ഞെരിയാൻ ഉൾപ്പെടെ മറയുന്നതാവുക? ഉത്തരതാ ഖുഫ് ഞെരിയാൻ ഉൾപ്പെടെ മറയുന്നതായിരിക്കുക. മൂന്നാമത്തത്, കാൽ കഴുകുന്നതിന് പകരം ഖുഫ് തടവിയാൽ മതി? 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം? ഉത്തരം 1 പ്രാവശ്യം. നാലാമത്തത്, വലത് കാലിൽ ഖുഫ് തടവണം? വലതു കൈ കൊണ്ട്, ഇടത് കൈ കൊണ്ട്, 2 കൈ കൊണ്ട്? ഉത്തരം വലതു കൈ കൊണ്ട്. രണ്ടാമത്തവർക്ക് നുജീബ് ഉത്തരമേതാം. 1, എന്താണ് ഖുഫ്? കാലിൽ ധരിക്കുന്നതും നടക്കാൻ സൗകര്യമുള്ളതും ഉള്ളിലേക്ക് വെള്ളം ചേരാത്തതും കണങ്കാലിലേക്ക് കയറി നിൽക്കുന്നതുമാണ് ഖുഫ്. രണ്ടാമത്തെ ചോദ്യം, ഖുഫ് തടവൽ ജായിസാണ് ആർക്ക്, എന്തിന് പകരം? യാത്രക്കാരനും നാട്ടിൽ താമസിക്കുന്നവനും ഉളൂഇൽ കാല് കഴുകുന്നതിന് പകരം. ചോദ്യം 3, ഖുഫ് തടവുന്നതിന്റെ സമയം ആരംഭിക്കുന്നത് എപ്പോൾ? ഖുഫ് ധരിച്ചതിന് ശേഷം അശുദ്ധി ഉണ്ടായത് മുതലാണ്. ചോദ്യം 4, ഖുഫ് തടവേണ്ട ചുരുങ്ങിയ രൂപം വിശദീകരിക്കുക. കൈകളിൽ വെള്ളം നനച്ച ശേഷം വലത് കൈ കൊണ്ട് വലത് ഖുഫും ഇടത് കൈ കൊണ്ട് ഇടത് ഖുഫും വിരലുകൾ തൊട്ട് കണങ്കാൽ വരെ തടവണം. ഖുഫുകളുടെ മുകളിലാണ് തടവേണ്ടത്. അഞ്ചാമത്തെ ചോദ്യം, ഖുഫ തടവേണ്ട പൂർണ്ണരൂപം വിശദീകരിക്കുക. ഖുഫയുടെ മുകളിൽ
കാൽവിരൽ ഭാഗത്ത് നിന്ന് കണങ്കാലിലേക്ക് വലത് കൈവിരലുകൾ കൊണ്ടും ഖുഫയുടെ അടിയിൽ മടമ്പിന്റെ ഭാഗത്ത് നിന്ന് വിരലുകളിലേക്ക് ഇടത് കൈ വിരലുകൾ കൊണ്ടും വെള്ളം നനച്ച് ഒരു സമയം തടവലാണ് അതിന്റെ പൂർണ്ണരൂപം. ഇനി മൂന്നാമത്തെ ഉബയ്യൻ വിശദീകരിക്കുക. 1. ഖുഫ തടവുന്നതിനെ കുറിച്ച് സഫ്വാൻ ബിൻ അസ്സാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഉത്തരം: ഞങ്ങൾ യാത്രയിലായിരിക്കുമ്പോൾ ജനാബത്തുണ്ടായാൽ അല്ലാതെ 3 പകലും 3 രാത്രിയും ഖുഫകൾ അഴിക്കേണ്ടതില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു. മലമൂത്ര വിസർജനം, ഉറക്കം എന്നിവ കഴിക്കേണ്ടതില്ല. രണ്ടാമത്തെ ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുഫ് തടവുന്നതിനെ കുറിച്ച് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്ത് തന്റെ വലത് കൈ വലത് ഖുഫയുടെ മേലിലും ഇടതു കൈ ഇടത് ഖുഫയുടെ മേലും വെച്ച് ശേഷം അവയുടെ മുകൾ ഭാഗം ഒരു പ്രാവശ്യം തടവി. മൂന്നാമത്തെ ചോദ്യം: ഖുഫ് തടവുന്നതിനെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? യുക്തിയനുസരിച്ച് ചെയ്യാനുള്ളതായിരുന്ന മതമെങ്കിൽ ഖുഫയുടെ അടിഭാഗമായിരുന്നു മുകൾ ഭാഗത്തേക്കാൾ തടവാൻ അർഹതപ്പെട്ടത്. എന്നാൽ അല്ലാഹു തആലയുടെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇരു ഖുഫകളുടെയും മുകൾ ഭാഗം തടവുന്നതാണ് ഞാൻ കണ്ടത്. ഇനി നാലാമത്തെ വർക്ക് തഖ്സീസ് അസൈൻമെന്റ് ചെയ്യാനാണ്. എന്താണ് ഒന്നാമത്തത്? ഖുഫയും സോക്സും തമ്മിൽ വ്യത്യാസം കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഖുഫ എന്ന് പറയുന്നത് ഉള്ളിലേക്ക് വെള്ളം ചേരൂല. സോക്സ് എന്ന് പറയുന്നത് ഉള്ളിലേക്ക് വെള്ളം ചേരും. ഇതാണ് രണ്ടും പ്രധാനമായിട്ടുള്ള മാറ്റം. ഇനി നമുക്ക് മാറ്റങ്ങൾ പറയാം. അതിന്മേൽ നടക്കാൻ പ്രയാസാണ്, ഖുഫയിട്ട് നടക്കാൻ കഴിയും എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. രണ്ടാമത്തത് ഉളൂഇന്റെ ഫർളുകൾ എഴുതുക. 1 നിയ്യത്ത്, 2 മുഖം മുഴുവൻ കഴുകുക, 3 2 കൈ മുട്ടുൾപ്പെടെ കഴുകുക, 4 തലയിൽ നൽപ്പം തടവുക, 5 2 കാലുകൾ ഞെരിയാൾപ്പെടെ കഴുകുക, 6 തർത്തീബ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ ഇബാദത്തും സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.